സുഹൃത്തുക്കളെ നമസ്കാരം. മറ്റൊരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ നെയ്യാറ്റിൻകര ഗോപൻ സ്വാമി അടുത്തിടെ സമാധിയായ വാർത്താ മാധ്യമങ്ങളിലൊക്കെ വൈറലായ ശ്രീ ഗോപൻ സ്വാമിയെക്കുറിച്ചുള്ള ട്രോളുകൾ ഇനിയും അവസാനിച്ചിട്ടില്ല. മിക്ക ട്രോളുകളുടെയും ആ ഒരു വീഡിയോകളുടെ ഐഡിയൊക്കെ നോക്കുമ്പോൾ പലതും ഹിന്ദു നാമധാരികളാണ് കൂടുതലായി ഈ അധിക്ഷേപങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ ട്രോളുകളൊക്കെ നടത്തി കാണുന്നത്. അപ്പോൾ ശ്രീ ഗോപൻ സ്വാമി വിഷയത്തിൽ നമുക്കൊക്കെ അറിയാം, കുറേ സീനിയർ സന്യാസി വര്യന്മാരെയോ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കൊണ്ട് മരണം ഉറപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ വാർഡ് മെമ്പർ തുടങ്ങി നാലാൾ അറിയെയാണ് ആ സമാധി കർമ്മങ്ങൾ ചെയ്തിരുന്നുവെങ്കിൽ, കുടുംബക്കാർ ചെയ്തിരുന്നുവെങ്കിൽ ഈ ഒരു പ്രശ്നത്തിനും സാധ്യതയില്ല എന്ന് നിങ്ങൾക്കും എനിക്കും അറിയാം. ഇപ്പോൾ ഏതായാലും കാര്യങ്ങളൊക്കെ മംഗളമായി നടന്നു. ഇപ്പോൾ വളരെ സീനിയറായ ഒരു ദൈർഘ്യമേറിയ പേരുള്ള ഒരു സ്വാമി വളരെ ആത്മസംയമനത്തോടുകൂടി നല്ല അറിവിൻ്റെ പാതയിൽ അഭിപ്രായങ്ങളും തൻ്റെ കമൻറ്റുകളും രേഖപ്പെടുത്തി സംസാരിക്കുന്നത് പല വീഡിയോകളിലും നമ്മൾ കണ്ടതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിലെന്തോ 108 അല്ലെങ്കിൽ 1008 എന്തോ ഒരു ദൈർഘ്യമേറിയ ഒരു പേര്, അതിനെ ട്രോൾ ചെയ്തുകൊണ്ട് പലവന്മാരും വീഡിയോകൾ ഇടുന്നു. അപ്പോൾ ഇത് തെറ്റാണ് സുഹൃത്തുക്കളെ. ഇപ്പോൾ പല മതങ്ങളിലെ മതത്തിൻ്റെ പല മതങ്ങളിലും ഉയർന്ന പദവികൾ അലങ്കരിക്കുന്നവരുടെ പേരുകൾക്ക് ഏതാണ്ട് 1 കിലോമീറ്ററെങ്കിലും ദൈർഘ്യമുണ്ടാവും. അതിപ്പോൾ ഈ നെയ്യാറ്റിൻകര വന്ന ഒരു സ്വാമിയുടെ പേരിന് മാത്രമല്ല ഈ ദൈർഘ്യമുള്ളതെന്ന് നിങ്ങൾ അറിയുക ട്രോളന്മാർ. കാരണം പല ആരെയും പേരിവിടെ സൂചിപ്പിക്കുന്നില്ല. എല്ലാ മതത്തിലെയും ടോപ്പിലുള്ളവരുടെ പേരുകൾക്ക് 1/2 കിലോമീറ്ററോളം അല്ലെങ്കിൽ 1 കിലോമീറ്ററോളം പേരിന് ദൈർഘ്യമുണ്ടാവും. അതൊക്കെ സ്വാഭാവികം മാത്രമാണ്. ഇതിൽ ട്രോളുന്ന ഒരു സീനിയർ സ്വാമിയുടെ സംഭാഷണത്തിലെ ആ പക്വതയും അല്ലെങ്കിൽ അറിവുമൊക്കെ ട്രോളന്മാർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കാരണം ട്രോളാനൊരു വക കിട്ടി എന്ന് വിചാരിച്ച് എന്ത് മണ്ടത്തരവുമാകാമെന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. പിന്നെ മറ്റൊന്ന്, ഇപ്പോൾ എൻ്റെ ഒരു കുടുംബ സുഹൃത്തുമായി ചേർന്ന് ഞങ്ങളൊരു സംഘം വർഷങ്ങൾക്ക് മുമ്പ് കാശി യാത്ര നടത്തിയത് ഓർമ്മിക്കുന്നു. അപ്പോൾ ഏതാണ്ട് മധ്യപ്രദേശൊക്കെ കഴിയുമ്പോൾ തന്നെ ഏതാണ്ട് വാരണാസി അടുപ്പിച്ച് വ്യാജ കാർബൺ പതിപ്പുകൾ, നമ്മൾ ഈ അഘോരികൾ അല്ലെങ്കിൽ നാഗ സന്യാസിമാരെന്നൊക്കെ പറയുന്നതിൻ്റെ വെറും കാർബൺ കോപ്പിയായ ലേശം വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഭസ്മം പൂശി കാശി പിരിവിന് ട്രെയിനിനുള്ളിൽ വിലസുന്നതൊക്കെയാണ്. ഇത് നോർത്ത് ഇന്ത്യക്കാരായ കുടുംബത്തോടുകൂടെ യാത്ര ചെയ്യുന്ന പലരും ഇവരെയൊക്കെ അടിച്ചോടിക്കുന്നത്, ഹിന്ദിയിൽ ചീത്ത പറഞ്ഞ് അടിച്ചോടിക്കുന്നത് കാണാം. അല്പവസ്ത്രധാരികളായവർ സ്ഥലം വിടുകയും ചെയ്യും. അപ്പോൾ അതേസമയം യഥാർത്ഥ നാഗ സന്യാസിമാരും അഘോരികളുമൊക്കെ ഇമാതിരി പൈസ പിരിവിനിറങ്ങില്ല എന്ന് നിങ്ങൾക്കും എനിക്കും അറിയാം, ലോകത്തിനും അറിയാം. അപ്പോൾ എല്ലാ ഫുഡ് പ്രോഡക്ട്സ് ആകട്ടെ അല്ലെങ്കിൽ മറ്റ് സുഗന്ധദ്രവ്യങ്ങളാകട്ടെ സ്വാമിമാരാകട്ടെ എല്ലാവർക്കും കാർബൺ കോപ്പികളുണ്ട്, ഡ്യൂപ്ലിക്കേറ്റുകളുണ്ട്. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റിനെ ഡ്യൂപ്ലിക്കേറ്റിൻ്റെ നിലയിൽ കാണുക, ഒറിജിനലിനെ ഒറിജിനലായി തന്നെ കാണാനും അംഗീകരിക്കാനും ബഹുമാനിക്കാനും പഠിക്കുക ട്രോളന്മാർ. ഏതായാലും ട്രോളന്മാർ എതിര് കിടക്കുന്നു എന്നേ പറയാനുള്ളൂ. ഇപ്പോൾ നെയ്യാറ്റിൻകര സംഭവത്തെക്കുറിച്ച് പറയുമ്പോൾ പല ആത്മീയാചാര്യന്മാരും അവിടെ പങ്കെടുക്കുകയുണ്ടായി.
ഇതിലൊരു സീനിയർ സ്വാമിയാണ് ട്രോളന്മാർക്കിരയായത്. എന്നാലും ശരിയായില്ല ട്രോളന്മാർ എന്നേ ഉള്ളൂ. വ്യാജന്മാരെ തിരിച്ചറിയുക. ഇപ്പോൾ വ്യാജ ഡോക്ടറുണ്ട്, വ്യാജ ആഹാര പദാർത്ഥങ്ങളുണ്ട്, എല്ലാ മേഖലയിലും വ്യാജന്മാരുണ്ട്. വ്യാജനെ തിരിച്ചറിയുക ട്രോളന്മാർ, അവരെ ട്രോളുക. ഈ എപ്പിസോഡ് അല്ലെങ്കിൽ ഈ കുഞ്ഞു വീഡിയോ ഈ കള്ള ട്രോളന്മാർക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. നന്ദി സുഹൃത്തുക്കളെ, നമസ്കാരം.